നമസ്കാരം. ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ദൂരദർശൻ പ്രേക്ഷകർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. നമ്മൾ നിൽക്കുന്ന ഒരു മനോഹരമായിട്ടുള്ള നാട്ടിലാണ് കേട്ടോ. കനാലുകളും എന്താ പറയുക പാടങ്ങളും ഒക്കെയുള്ള നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലം. പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിനടുത്ത് കാരമ്പേലി എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഞാൻ നിൽക്കുന്നത് ഇടപ്പാറ മലദേവർ ക്ഷേത്രത്തിന് മുമ്പാണ്. നിങ്ങൾ ഓർക്കും ഈ ക്ഷേത്രത്തിൻ്റെ ഇത്ര പ്രത്യേകതയുണ്ട്. മതസൗഹാർദ്ദത്തിൻ്റെ ഒരു വലിയ വലിയ പര്യായമാണ് ഈ ക്ഷേത്രം കേട്ടോ. അപ്പോൾ എന്താണ് അറിയണ്ടേ? കായംകുളം കൊച്ചുണ്ണി എന്ന പ്രസിദ്ധനായ 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്നതായിട്ട് വിശ്വസിക്കപ്പെടുന്ന ഒരു കള്ളൻ, പാവങ്ങളുടെ കള്ളൻ, അദ്ദേഹത്തെ ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. നമുക്ക് എന്തായാലും അദ്ദേഹത്തിന്റെ ആ ചരിത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോവാം. ബാ. ഇടപ്പാറ മലദേവർ നട ഏതാണ്ട് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തോളം പഴക്കമുണ്ട്. പാർത്ഥസാരഥി ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയുടെ കാവൽക്കാരനായിട്ടാണ് ഇടപ്പാറ മലദേവർ നടയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെ ആറന്മുള ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിൽ ചെന്നാൽ ഈ ഇടപ്പാറ മലദേവർ നടയുടെ ഒരു ചെറിയൊരു ആർച്ച് കാണാം. അത് കഴിഞ്ഞ് അത് കണ്ടിട്ട് വലത്തെ സൈഡിൽ കയറുന്ന സമയത്ത് വലത്തെ സൈഡിൽ കാണാം. അപ്പം കിഴക്കേ നടയുടെ കാവൽക്കാരനാണ് ഈ ഇടപ്പാറ മലദേവർ നട. അപ്പോൾ പാർത്ഥസാരഥി ക്ഷേത്രത്തിന് എത്രമാത്രം പഴക്കമുണ്ടോ അത്രയും പഴക്കം ഇതിനുമുണ്ട്. കാരണം എന്നാണ് നമുക്ക് അങ്ങനെയാണ് അതിൻ്റെ കാലപ്പഴക്കം നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ശിവനും പാർവതിയും ഉള്ള ഒരെണ്ണമാണ് ക്ഷേത്രത്തിനകത്തുള്ളത്. മലനട പ്രത്യേകമാണ്, ക്ഷേത്രം പ്രത്യേകമാണ്. ഇവിടെ ഇതിനകത്ത് തന്നെ രണ്ടായിട്ട് കാണാം. മലനട എന്ന് പറയുന്നത് ഇവിടെ നേരെ ഫ്രണ്ടിലുള്ളതാണ്. അവിടെ ആയിരുന്നു ദുശാസനൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നത്. അത് അതിനപ്പുറത്താണ് ശിവൻ്റെ പ്രതിഷ്ഠ. ശിവനും പാർവതിയും ഉള്ള പ്രതിഷ്ഠ അപ്പുറത്തുണ്ട്. അതിനകത്ത് തന്നെ ഉപദേവതകളായിട്ടുള്ള ഗണപതിയുണ്ട്, ഭദ്രകാളിയുണ്ട്, യക്ഷിയുണ്ട്. അകത്ത് ഈ ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് നമ്മളിപ്പോൾ കായംകുളം കൊച്ചുണ്ണിയുടെ പറഞ്ഞ പോലെ തൊട്ടപ്പുറത്തൊക്കെ ദേവതകളുണ്ട്. അത് കായംകുളം കൊച്ചുണ്ണി നമ്മൾ ഫേസ് ചെയ്ത് നിൽക്കുന്ന ടൈമിൽ നമ്മുടെ ഇടത് സൈഡിൽ കാണുന്നത് നാഗരാജാവ്, നാഗയക്ഷി. പിന്നെ ഇങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ കായംകുളം കൊച്ചുണ്ണി. അത് കഴിഞ്ഞിട്ട് മുട്ടാറ്റാറുകല, മൂർത്തികൾ, ഇങ്ങനെ 3 എണ്ണം അവിടെ ഉണ്ട്. ശരിക്കും ഇതിന്റെ ഒരു ചരിത്രം എങ്ങനെയാണ്? ഞാൻ മുമ്പ് നമുക്ക് അറിയാൻ സാധിച്ചത് ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തോളം തന്നെ പഴക്കമുള്ള ക്ഷേത്രമാണ് എടപ്പാറ മലദേവർ നട എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഈ കായംകുളം കൊച്ചിയുടെ പ്രതിഷ്ഠ ഇവിടേക്ക് എത്തുന്നത്, അല്ലെ ഇതിന്റെ ഒരു ചരിത്രത്തിൽ എന്താണ് ചരിത്രം? ഇവിടെ ഊരാളിയുടെ ആയിരുന്നു ഇവിടുത്തെ മെയിൻ. ഊരാളി ഉണ്ടായിരുന്നു. ഊരാളിയായിരുന്നു ഇവിടുത്തെ പടയണികൾക്ക്, എല്ലാ സ്ഥലത്തും പടയണികൾക്കൊക്കെ പോകുമായിരുന്നു. അങ്ങനത്തെ ഇത് ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രാവശ്യം ഊരാളി ഞങ്ങൾക്ക് പടയണിക്ക് കായംകുളത്തിനടുത്ത് പോയിട്ടുണ്ട്. ഇപ്പോൾ കായംകുളത്ത് നിന്ന് പടയണി കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് ഊരാളി ഇങ്ങനെ നടന്ന് വരുന്ന വഴിയിൽ ഒരാൾ ഒരു മരത്തിൽ ഇങ്ങനെ കിഴക്കാൻ കിടന്ന് വഴി തടഞ്ഞതായിട്ടൊരു ചരിത്രമുണ്ട്. എങ്കിലും വേറൊരു ചരിത്രം എന്ന് പറഞ്ഞാൽ ഊരാളിയെ പുറകിൽ നിന്ന് അശരീരി കേട്ടു. അശരീരി കേട്ട് മുന്നോട്ട് നടക്കാൻ പിന്നെയും തിരിഞ്ഞു നോക്കി തന്നെ അശരീരി രണ്ടാമതും കേട്ടു. അപ്പോൾ രണ്ടും ഒന്നിച്ച് കിടന്നു കഴിഞ്ഞാൽ അപ്പോൾ ഊരാളി തിരിച്ച് പോയി ചോദിച്ചു, ആരാണ് നീ, എന്താണ് എൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞു. അപ്പോഴാണ് പറയുന്നത്, ഞാൻ ഉനക്ക് കായംകുളം കൊച്ചുണ്ണിയാണെന്ന് ഇങ്ങനെ പറയുന്നു. അങ്ങനെ അപ്പം എന്താണെന്ന് ചോദിച്ചു. അത് എനിക്കെവിടെയും വഴി തടഞ്ഞുകൊണ്ട് എനിക്കവിടെ ഒരു ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ കായംകുളം കൊച്ചുണ്ണിയെ ആ ഊരാളി കൂടെ കൊണ്ടുവന്ന് ഇങ്ങനെ പുന്നക്കാട്ട് വന്ന വഴിയിൽ ഇങ്ങനെ സ്ഥലത്തിൻ്റെ അടുത്ത് തന്നെയാണ് പുന്നക്കാട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ വെച്ച് ഒരു പടയണി ഉണ്ടായിരുന്നു. ആ ഒരു പടയണിയിൽ വെച്ച് ഒരാൾ അവിടെ പടയണി നടത്തി. എന്നിട്ട് കായംകുളം കൊച്ചുകൊണ്ട് പറഞ്ഞു, നിനക്ക് ഇരിപ്പിടം ഇവിടെ തരാമെന്ന് പറഞ്ഞു. വേണ്ട, എനിക്കിവിടെ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അടുത്ത വീട്ടുകാരും പറഞ്ഞു ഇവിടെ ഇരിപ്പിടം സമ്മതം കൊടുക്കാൻ തയ്യാറായിരുന്നു. പക്ഷേ കായംകുളം കൊച്ചിന് വേണ്ടാന്ന് പറഞ്ഞ കാരണത്താൽ അങ്ങനെ കൂടെ തിരിച്ചു കൊണ്ടുവന്നു. ഇവിടെ വന്നാൽ ഇത് ഒരാളുടെ സ്ഥലം ഇതാണ്.
ഈ അമ്പലം നടക്കുന്ന ഇതാണല്ലോ. അപ്പോൾ ഇവിടെ കൊണ്ടുവന്നു ഈ ഊരാളി അങ്ങനെ സമ്മതിച്ചു. ഊരാളുടെ എല്ലാ ചടങ്ങുകളും എല്ലാം അമ്പലത്തിലെ ചടങ്ങുകളും മലദേവയുടെ പുറം ഒരു കാവാണ്, കാവിൻ്റെ ഒരു മലദേവയുടെ ചടങ്ങുകളെല്ലാം കഴിച്ചതിന് ശേഷം ഊരാളിക്ക് ആ മലദേവർ നടയുടെ ഫ്രണ്ടിൽ തന്നെ, കായംകുളം നേരെ ഫ്രണ്ടിൽ തന്നെ ഒരു ഇരിപ്പിടമായിട്ട് കൊടുത്തു. അങ്ങനെയാണ് ഒരു കായംകുളം കൊച്ചുണ്ണി ഇരിപ്പിടം കൊടുത്തായിട്ട് ഇങ്ങനെ കണക്ക് കൂട്ടുന്നത്. അത് കായംകുളം കൊച്ചുണ്ണി പറയുവാണെങ്കിൽ മധ്യ തിരുവിതാംകൂറിൽ ജനിച്ച 19ാം നൂറ്റാണ്ടിൽ ജനിച്ച മധ്യ തിരുവിതാംകൂറിൽ ജനിച്ച ഒരു വീരമത്യ കള്ളനായിരുന്നു. രാജകീയ സമ്പത്തുകളെല്ലാം കൊള്ളയടിച്ച് പാവപ്പെട്ട ജനങ്ങൾക്ക് കൊടുത്തുകൊണ്ടിരുന്ന പാവന കള്ളനായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ചരിത്രം വെച്ച് നോക്കുമ്പോൾ 1818 ജനിച്ച് 1859 41ാം വയസ്സിൽ തിരുവനന്തപുരത്ത് ജയിലിൽ വെച്ച് മരണപ്പെട്ടതാണ്. നമ്മൾ പൊതുവെ ഒരു ഭാഗം കേൾക്കുന്നത് തിരുവനന്തപുരം പേട്ട ജുമാ മസ്ജിദിൽ അദ്ദേഹത്തെ ഖബറടക്കി കാര്യമാണ് കേട്ടത്. പക്ഷെ ആനന്ദ് ചേട്ടന്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഈ പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. അതാ പറഞ്ഞു, ഇത് പറഞ്ഞു ഞാൻ പറഞ്ഞില്ല, ഇത് പ്രതിഷ്ഠ വന്നിട്ട് ഏതാണ്ട് 1859 കായംകുളം കൊച്ചിന് മരണിച്ചത്. അതിന് ഏതാണ്ട് മാസങ്ങൾക്കോ ഏതാണ്ട് വർഷങ്ങൾക്ക് ശേഷം തൊട്ട് ഈ പ്രതിഷ്ഠ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രതിഷ്ഠ തിരിച്ച പുരോഗമനം വന്നിട്ടുണ്ട്. വന്ന് ഇതുപോണക്ക് എല്ലാവരും ചെറിയൊരു കല്ല് പോണക്കായിരുന്നെങ്കിൽ ഇപ്പോൾ പുരോഗമനം വന്നിട്ടുണ്ട് പ്രതിഷ്ഠയ്ക്ക്. അതാണ് അതിനെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ തെളിവാണ് ഊരാളികൾ. ഊരാളിയാണ്, ഊരാടെ കൂടാണ് കായംകുളം കൊച്ചിനെ ഇവിടെ കൊണ്ട് ഊരാളിയാണ് ഒരു ഇരിപ്പിടം. പിന്നെ ഇടപ്പാറ മലദേവയുടെ നടയിൽ അതുകൊണ്ട് കാർമുള പാർത്ഥസാര ക്ഷേത്രത്തിനും രണ്ടും കൂടെ ഇത് വെച്ച് കണക്ക് കൂട്ടി അവിടെ ഒരു ഇരിപ്പിടം കൊടുത്തിരിക്കുന്നത്. ഇത് നമ്മളോട് ഈ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയുള്ള ഈ അമ്പലത്തിലെ ഈ സമീപവാസികളായ 2 അമ്മമാർ നമ്മളോടൊപ്പമുണ്ട്. ഈ അമ്മ തങ്കമ്മ അമ്മയാണ്, അത് തങ്കമണി അമ്മ അല്ലേ? മലയച്ചെന്നാണ് നമ്മുടെ ക്ഷേത്രത്തിന്റെ അവിടെ മലയച്ചെന്നാ വിളിക്കുക അല്ലേ? ഞങ്ങൾ എന്തോ പറഞ്ഞാലും മലയച്ചാണ് ഞങ്ങൾ വിളിക്കത്തുള്ളൂ. ഓ, മലയച്ചാണ്. അതുപോലെ കായംകുളം കൊച്ചുണ്ണി തമ്പുരാൻ. എങ്ങനാ ഒരു 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 അപേക്ഷയുമായിട്ട് എങ്ങനാ പോകുന്നത്? അപേക്ഷമായിട്ട് ഞങ്ങൾ അപേക്ഷ കൊടുക്കുന്നത്, മലയച്ച ഞങ്ങളുടെ കാര്യം സഹായിച്ചു തരണേ, അല്ലെ കായംകുളം കൊച്ചുണ്ണി ഞങ്ങളുടെ കാര്യം സഹായിച്ചു തരണേ, ഞങ്ങളുടെ കാര്യം സഹായിച്ച് കിട്ടുകയും ചെയ്യും. അങ്ങനെ പലരും ബലിന്ന് വരും. ആ ബലിന്ന് വന്നാലും രണ്ടുപാടൊക്കെ ഞങ്ങളോട് ചോദിക്കും. ഞങ്ങൾ പറയും ഇന്ന സാധനങ്ങൾ കൊണ്ട് കൊടുക്കണം, നമ്മുടെ കാര്യം സഹായിച്ചു തരും. അപ്പൊ ഈ പൊതുവെ ഈ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയിൽ വന്ന് ഈ കളവ് പോയ മുതൽ അങ്ങനെയും കിട്ടും. അങ്ങനെ ഓരോരുത്തർ എടുത്താലും അവർ നമ്മളോട് പറയും ഇന്ന സാധനം ഞങ്ങളുടെ പോയി, അത് ഞങ്ങളാ അല്ല ഇവർ പറയും, അല്ല ഞാൻ പറയും, അല്ല ഇന്ന സാധനം കൊണ്ടുവരണം. ആ കൊണ്ടുവന്ന് അവിടെ കൊടുക്കാൻ ആ പറയുന്ന സെക്കൻഡ് സാധനം കിട്ടും. അങ്ങനെയാണല്ലേ? വലിയൊരു കാര്യമാണ്. നമുക്ക് ഇനി തങ്കമണി അമ്മയോട് ചോദിച്ചു നോക്കാം. ഇപ്പൊ എൻ്റെ ഒരു മുതൽ നഷ്ടം വന്ന് മോഷണം പോയാലും മലയത്തിൻ്റെ സഹായവും വേണം. പിന്നെ കായംകുളം കൊച്ചുണ്ണിയായിരിക്കും നമുക്കത് സാധിച്ചു തരുന്നത്, തിരിച്ചു കിട്ടാൻ. എൻ്റെ സാധനം ഇത്ര ദിവസത്തേക്ക് എൻ്റെ സാധനം കിട്ടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്ത് അതിന് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും ഇന്ന വഴിപാട് ഇവിടെ ചെയ്യണം, അപ്പോൾ ആ മുതൽ നിങ്ങളുടെ കിട്ടുമെന്ന് പറയും. കൊച്ചുനാൾ മുതലേ ഇവിടെ വരാറുണ്ട്. എൻ്റെ അനുഭവം ചെറുപ്പം മുതൽ ഞാൻ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നു. എനിക്കിപ്പോൾ 70 വയസ്സ് പ്രായമുണ്ട്. എൻ്റെ അപ്പനപ്പൂപ്പന്മാരിവിടെ ഊരാഴ്മക്കാരായിരുന്നു, അവരിവിടുത്തെ തുള്ളക്കാരായിരുന്നു. അങ്ങനെ അപ്പൂപ്പനിൽ നിന്നാണ് ഒരു ചെറുക്കൻ ഇങ്ങനെ ഒരു വെല്ലാഴ്മ ഉണ്ടായി വിരുന്ന് പോയ സമയത്ത് കായംകുളം കൊച്ചുണ്ണി അവൻ്റെ ശരീരത്ത് കയറി ബാധിച്ചു. അത് കാഞ്ഞിരവേലി എന്ന് പറയുന്ന മല്ലപ്പുശ്ശേരി പഞ്ചായത്തിൽ ഒരു വീട്ടിലാണ് ആ പയ്യൻ, അവൻ്റെ വീട്. അവൻ്റെ ശരീരത്ത് കായംകുളം കൊച്ചുണ്ണി കയറി അനുഗ്രഹം. അങ്ങനെ അപ്പോൾ അവർ പറയുന്നതൊന്നും അനുസരിക്കത്തില്ല, വിളിച്ചാൽ വിളി കേൾക്കത്തില്ല, ചാടി ഓടി നടക്കുക. അപ്പോഴവർ പറഞ്ഞു നമുക്ക് എടപ്പാറ പോയി അപ്പൂപ്പനെ വിളിച്ചോണ്ട് വരാം, നമ്മുടെ പയ്യൻ ഏതോ കുഴപ്പമുണ്ട്. അങ്ങനെ അവർ വന്ന് അപ്പൂപ്പനെ ഇവിടുന്ന് വിളിച്ചോണ്ട്, തലമുറ കഴിഞ്ഞ കാര്യങ്ങളാണ്, ഞാൻ കണ്ടതും കേട്ടതും അല്ല, തലമുറ അപ്പൂപ്പന്മാർ പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് ഞാൻ പറയുന്നത്. അപ്പോഴും പറഞ്ഞു അപ്പൂപ്പനെ വിളിച്ചോണ്ടിരുന്നപ്പോൾ അപ്പൂപ്പൻ നോക്കുമ്പം ഇങ്ങനെ കാല് കെട്ടി കീപ്പോട്ട് കിടക്കുന്നു അവരെ മുറ്റത്ത് പ്ലാവേൽ. നിങ്ങൾ ആരാന്ന് ചോദിച്ചു. നേരം ആ പയ്യൻ പറഞ്ഞു ഞാൻ കായംകുളം കൊച്ചുണ്ണിയാന്ന് പറഞ്ഞു. എന്തോ നിങ്ങൾക്ക് ആവശ്യമെന്ന് ചോദിച്ചു. അതെനിക്ക് ഇരിപ്പിടം വേണമെന്ന് പറഞ്ഞു. ശരി. അപ്പൂപ്പൻ അവൻ്റെ ശരീരത്തിൽ നിന്ന് ആവാദിച്ച് അതിനെ അനുഗ്രഹം കൊണ്ടെന്ന് ഈ തറയിലാണ് വെച്ചേക്കുന്ന ആ മരം നിൽക്കുന്ന തറയിൽ. എൻ്റെ ഓർമ്മയിലെ 70 വയസ്സ് പ്രായമുള്ള എൻ്റെ ഓർമ്മയിലാണ് അതെനിക്കറിയാൻ പറ്റുക. അവിടെ മുതൽ കായംകുളം കൊച്ചുണ്ണിയ അന്നേ കാലത്തേക്കാളും ഇന്ന് ആൾക്കാരങ്ങ് കൂടി കാണാനും വരാനും കാര്യങ്ങൾ സാധിക്കാനും പോകാനും മലയത്തിൻ്റെ അനുഗ്രഹം. അനുഗ്രഹം വേണം. അമ്മൂമ്മയുടെയും വേണം, മലയത്തിൻ്റെയും വേണം, കായംകുളം കൊച്ചുണ്ണിയുടെയും വേണം. എന്നാൽ മെയിൻ കായംകുളം കൊച്ചുണ്ണിയാണ്. അപ്പം കളവ് മുതലൊക്കെ പോകുമ്പോൾ തിരിച്ചു കിട്ടും അല്ലേ?
അപ്പം അവിടെ പറഞ്ഞാൽ തിരിച്ചു കിട്ടും. അപ്പൊ ഈ നാടിന്റെ അഭിമാനമാണ് ഈ ക്ഷേത്രവും കൊച്ചുണ്ണിയുടെ ഈ എല്ലാം അല്ലേ? നിങ്ങൾ എല്ലാവരും ഇതിന്റെ ഒരു തണലിലാണ് ജീവിക്കുന്നത്. ഞങ്ങൾ പറയുന്ന കാര്യവും ഞങ്ങൾക്ക് സാധിച്ചു തരും. നമ്മൾ ഹെറിറ്റേജ് ബൈറ്റ്സിൽ നമ്മൾ കായംകുളം കൊച്ചിനെ പറ്റി കൂടുതൽ അടുത്തറിഞ്ഞു. ഈ ക്ഷേത്രം, ഈ എടപ്പാറ മലദേവർ എന്ന് പറഞ്ഞ ക്ഷേത്രവും കായംകുളം കൊച്ചിന്റെ പ്രതിഷ്ഠയും സ്ഥിതി ചെയ്യുന്ന ഈ കാരംവേലി മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്തിലാട്ടോ നിലനിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നമ്മുടെ ശിവൻ ചേട്ടനാണ്. ശിവൻ ചേട്ടന് ഈ ക്ഷേത്രത്തോട് അടുത്ത് തന്നെയാണ് താമസിക്കുന്നത്. ചേട്ടാ, ഈ നമ്മുടെ കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയും ഈ മലയച്ചനും ഒക്കെയുള്ള ഈ മനോഹരമായ നാട്ടിൽ ജീവിക്കുമ്പോൾ ഈ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു തിരക്ക്? ഞാൻ പറഞ്ഞു എന്നും ആളുകൾ വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയെന്നാണ് പറഞ്ഞു കേട്ടത്. അങ്ങനെയാണോ? ജാതിമത ഭേദമന്യേ ഇവിടെ മുസ്ലിങ്ങൾ, ക്രിസ്ത്യൻസ്, ഹിന്ദു, നമ്മുടെ സമുദായപ്പെട്ട എല്ലാവരും ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വഴിപാടുകൾ, അന്നദാനം തന്നെ തരുന്ന ക്രിസ്ത്യൻസ് ഉണ്ട്, മുസ്ലിംസ് ഉണ്ട്. ഇവിടെ 300 ദിവസം അവർ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള വഴിപാടുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. പകലെന്നില്ല രാത്രിയെന്നില്ല വരുന്നുണ്ട്. അപ്പോൾ വേണ്ടിയ വഴിപാടുകളെല്ലാം അവർ ചെയ്യുന്നുണ്ട്. മുസ്ലിംസ് തന്നെ ഒരുപാട് ചെയ്യുന്നുണ്ട്. പിന്നെ അന്നദാനം, എല്ലാ മലയാള മാസം 1-ാം തീയതി നമുക്ക് ഇവിടെ അന്നദാനമുണ്ട്. പിന്നെ വൃശ്ചിക മാസം 40 ദിവസം ഇവിടെ പൂജയുണ്ട്. വിഷു മെയിനാണ് ഇവിടുത്തെ എല്ലാ കാര്യം. പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എന്നും രാവിലെ ഇവിടെ വന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാ മതസ്ഥരും ഇവിടെ വരുന്നുണ്ട്. നല്ല ഒരു തിരക്ക് ഉള്ള ഒരു മതസൗഹാർദ്ദം. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മതസൗഹാർദ്ദത്തിന്റെ. അതെ, തീർച്ചയായിട്ടും അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമ്മൾ എന്നും ഇവിടുന്ന് കാണുന്ന ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും വിശ്വാസം എന്നതിന് ഉപരി തന്നെ ഇത് വലിയൊരു കൂട്ടായ്മയുടെ ഒരു ഭാഗം തന്നെയാണ് എടപ്പാറ മലദേവർ നട എന്ന് പറയുന്നത്. ഏകദേശം ഈ മീനമാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ വിഷുവോട് അനുബന്ധിച്ചാണ് ഉത്സവങ്ങളൊക്കെ നടക്കുന്നത്. അപ്പം മീനമാസത്തിൻ്റെ പകുതിയോടുകൂടി തന്നെ ഇവിടെ ഉത്സവത്തിൻ്റെ ക്രമീകരണങ്ങൾ നടത്തുകയും ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളും, അതിൽ ജാതിമത വർണ്ണത്തിനപ്പുറമായിട്ട് എല്ലാ ആൾക്കാരും കൂടി ഒരു കമ്മിറ്റി പോലെ രൂപീകരിച്ച് ഇത് ഉത്സവ കമ്മിറ്റി പോലെ ആ കമ്മിറ്റിയിൽ തന്നെ ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഉൾപ്പെടുത്തിയാണ് നമ്മൾ ഇവിടുത്തെ ഉത്സവം കൊണ്ടാടുന്നത്. അത് വലിയൊരു കാര്യമാണ്. ഞങ്ങളുടെ വരുന്ന പുതിയ തലമുറയിൽ ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെറുപ്പക്കാർ ഉൾപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഇവിടെ വലിയൊരു രീതിയിലാണ് ഉത്സവങ്ങളൊക്കെ കൊണ്ടാടുന്നത്. ആ കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് വലിയൊരു സാംസ്കാരികപരമായിട്ട് ഏറ്റവും വലിയൊരു ഈ ദേശത്തിൻ്റെ തന്നെ വലിയൊരു കൂട്ടായ്മയുടെ ഭാഗമാണ് എടപ്പാറ മലദേവർ നടന്നത്. ഇവിടെ വരുമ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിന് നല്ല ഒരു ശാന്തത ലഭിക്കുന്ന ഒരു അന്തരീക്ഷമാണ്. എപ്പോൾ വന്നാലും ഫോട്ടോ എടുത്തിട്ടേ ഞങ്ങൾ പോകത്തുള്ളൂ. അതുപോലെ സന്തോഷമായിട്ടുള്ള ഒരു അനുഭവമാണ് ഇവിടുന്ന് കിട്ടുന്നത്. പ്രത്യേകിച്ച് ഇവിടെയുള്ള മരങ്ങളെല്ലാം പണ്ട് തൊട്ടേയുള്ള വൃക്ഷങ്ങളാണ് നിൽക്കുന്നത്. പിന്നെ നമ്മൾ ഈ ഹരിത പഞ്ചായത്തായിട്ടൊക്കെ പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇവിടെ നമ്മളൊരു പച്ചത്തുരുത്ത് ഇതിൻ്റെ ബാക്കിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈ ഒരു സ്ഥലം ഞങ്ങൾ എടുക്കാറുണ്ട്. പ്രത്യേകിച്ച് വിഷുവിൻ്റെ സമയത്ത് ഞങ്ങളെല്ലാവരും ഇവിടെ വന്ന് കഞ്ഞി കുടിച്ചിട്ടേ പോകത്തുള്ളൂ. ഞങ്ങളെല്ലാവരും അതിനകത്ത് പങ്കെടുക്കുകയും ചെയ്യും, വഴിപാടും സമർപ്പിക്കും, കഞ്ഞി കുടിച്ചിട്ടേ ഞങ്ങൾ പോകാറുള്ളൂ. വിഷു വളരെ പ്രധാനമാണ് എന്നുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട ക്ഷേത്ര ഭരണസമിതിയുടെ പ്രതിനിധികൾ പറഞ്ഞിരുന്നു, അതുപോലെ അവരൊക്കെ പറഞ്ഞിരുന്നു. അപ്പം അങ്ങനെ തന്നെ ഞങ്ങൾക്ക് കഞ്ഞി കുടിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ നമുക്കറിയാം ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഫുഡാണ്. രുചി ആസ്വദിച്ച് പോവുകയും കൂടിയാണ്, ചരിത്രവും രുചിയും കൂടാണ്. അപ്പം മിനിയാൻറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ പോന്നാൽ മതി, നല്ലൊരു ഫുഡ് നിങ്ങൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തന്നിരിക്കും, ഞങ്ങൾ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണെന്ന്. നമ്മൾ കണ്ടില്ലേ ആ നാട്ടുകാരുടെ സ്നേഹം, ഈ ക്ഷേത്രത്തോടും ഈ കായംകുളം കൊച്ചുണ്ണിയോടും ഒക്കെയുള്ള സ്നേഹം. അപ്പം നമുക്കിനി ആ സ്നേഹം ബാക്കി രുചിച്ചറിയേണ്ടത്, നമുക്ക് സ്വാദറിയേണ്ട സ്ഥലത്താണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ലത ചേച്ചിയുടെ, ലതാ വിക്രമൻ, ലത ചേച്ചിയുടെ അടുത്താണ്. ലത ചേച്ചി, ഇത് നിങ്ങളുടെ ഒരു സംരംഭമാണ്, കുടുംബശ്രീയുടെ ഒരു സംരംഭമാണ് ഇവിടെ ഈ വീട്ടിൽ നടക്കുന്നത്. എന്താണെന്ന് പറഞ്ഞേ. ഞങ്ങളൊരു സംരംഭം ചെയ്യുന്നുണ്ട് JLGയുടെ കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ. അത് കൃഷിയുണ്ട് ഞങ്ങൾക്ക്. പിന്നെ ഞങ്ങൾ ചിപ്സ് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ചെയ്യുന്നുണ്ട്. ഉപ്പേരി, സമ്മന്തിപ്പൊടി, അച്ചാറ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ വിഭവം കൂടെ ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം ഇന്നെന്തോ ഞാനൊന്ന് തുറന്നു നോക്കാൻ പോയത്, എന്തോ നോക്കാം നമുക്ക്. ആഹാ, ഇത് ചക്കയാണല്ലേ? അതെ. നല്ല, ഇത് വരിക്കച്ചക്കയാണോ? അതെ, വരിക്കച്ചക്കയാണ് കേട്ടോ. ഇപ്പൊ ഈ വരിക്കച്ചക്ക കൊണ്ട് എന്താണ് പരിപാടി? നമ്മളിത് ചക്ക വേവിക്കാൻ പോവുകയാണ്. കൂടെ അപ്പൊ എന്താണ് കൂട്ടുകറി? ചമ്മന്തിയുണ്ട്. ഇത് എന്ത് മാങ്ങ? ഇത് നാട്ടുമാങ്ങയാണ്. അപ്പൊ നമ്മള് ഈ കാരംവേലിയുടെ ഈ ഇലന്തൂരിന്റെ
ഈ നാടിന്റെ രുചിയാണ് ചക്ക വേവിച്ചതും മാങ്ങ ചമ്മന്തിയുമാണ് നമ്മുടെ പ്രിയപ്പെട്ട ലത ചേച്ചി ഉണ്ടാക്കാൻ പോണത്. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? നമ്മൾ ചക്ക അടുപ്പേ വെക്കും. അടുപ്പേ വെക്കണം. ഇതാണോ ഈ അലൂമിനിയം പാത്രമാണോ? ഓക്കെ. ഇപ്പൊ ഒന്ന് ചട്ടി ഒന്ന് ചൂടാവണ്ടേ? വേണ്ട വേണ്ട വേണ്ട. ചക്ക വേവിക്കുന്നതിന് ചട്ടി ചൂടാവണ്ട. ഇപ്പം നമ്മൾ ചക്ക വെള്ളം ഒഴിച്ച് അടപ്പേ വെക്കുവാണ്. വെള്ളം ഒഴിച്ച് അടപ്പേ വെക്കുവാണ്. വെച്ച് കഴിഞ്ഞിട്ട് ചക്കയ്ക്ക് അരയ്ക്കാനുള്ള സാധനങ്ങളാണിത്. ഇപ്പൊ ചക്കയ്ക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ നമുക്കൊന്ന് പറയാം. കുറച്ച് കറിവേപ്പില, ഇത് പച്ചമുളക്, 2 വെളുത്തുള്ളി, ഒരു ഇച്ചിരി ജീരകം, മഞ്ഞപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ തേങ്ങായും. ഇതാണ് ചക്കയ്ക്ക് അരയ്ക്കാനുള്ള അരപ്പിന്റെ കൂട്ട് അല്ലേ? അപ്പൊ നമുക്കിത് അരച്ചിട്ട് വരാം അല്ലേ? ഇനി നമുക്ക് ചക്കയ്ക്ക് ആവി വന്നോ നോക്കാം. ആവി വന്നല്ലോ. ആയിട്ടുണ്ട്. അരപ്പ് ചേർക്കേണ്ട സമയം. നമുക്ക് ഇനി ഇത് അരപ്പ് ചേർക്കാം. അരപ്പ് കാണിച്ചേക്കാം. നമ്മൾ മുമ്പേ കാണിച്ച അതിന്റെ കൂട്ടിന്റെ അരപ്പാണ്. അപ്പൊ അതിനകത്തോട്ട് ഇടാം അല്ലേ? അതെ. ഇനി നമുക്ക് ഈ അരപ്പ് ശകലം ഒന്ന് വേകണം. ഇളക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇളക്കത്തില്ല. ഇത് ഇച്ചിരി ഒന്ന് ആവി കയറണം. അരപ്പൂടെ ചേർത്ത് ആവി കയറണം. വലിയൊരു കൂട്ടായ്മ കേട്ടോ ഇവരുടെ പഞ്ചായത്തിന്. കാര്യം നമ്മൾ ഈ ഹെറിറ്റേജ് ബൈറ്റ്സിന്റെ പ്രോഗ്രാം വീട്ടിലേക്ക് എത്തുന്നത് കണ്ടപ്പോൾ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യാം, ഞങ്ങളുടെ ആളുകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് ലത ആന്റിയിലേക്ക് എത്തുകയായിരുന്നു. നിങ്ങളുടെ ആ ഒരു ടീം 5 പേരടങ്ങുന്ന ടീമിലേക്ക് എത്തുകയായിരുന്നു. ഓക്കെ. അപ്പൊ നമുക്ക് വെന്തോ? അപ്പൊ നമുക്കിതൊന്ന് നോക്കാം. അതെ. ശകലം കൂടെ വേകാനുണ്ട്. ഇത് കുറച്ചുകൂടെ. അപ്പൊ നമുക്ക് ഇതിങ്ങനെ ഒന്നും കൂടി ഒന്ന് ആവി കയറിക്കോട്ടെ. മുകളിലേക്ക് വെച്ച് ഇതിങ്ങനെ നമ്മൾ മേളിലോട്ട് വെച്ച് കൊടുക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നും കൂടി ഇതൊന്ന് മൂടി വെക്കാം. അപ്പം ലതേന്റെ ഇപ്പം അത് ആവുന്ന സമയം കൊണ്ട് ഇവിടെ നമ്മുടെ മാങ്ങാ സമ്മന്തിക്കുള്ള ഇതും കൂടെ നമുക്ക് പ്രേക്ഷകർക്ക് ഒന്ന് പരിചയപ്പെടുത്താം. കുറച്ച് മാങ്ങ, ഒരു 4 പച്ചമുളക് വേണം, ഇച്ചിരി ചുമന്നുള്ളി, നമുക്കൊരു 10 ചുമന്നുള്ളിയോളം വേണം, പിന്നെ തേങ്ങ, പിന്നെ ഉപ്പ് കുറച്ച് മതി. അപ്പം ഇത് നമുക്ക് അരച്ചുകൊണ്ട് വരാം. ആ അരച്ചുകൊണ്ട് വന്ന ചമ്മന്തിയായി. ഓക്കെ. അപ്പൊ എന്തേ നമ്മളിത് അരയ്ക്കാൻ പോകുന്നു. ലതേന്റി ആയോ? നമുക്ക് ചക്ക ആയിട്ടുണ്ട്. ഓക്കെ. നമുക്ക് നോക്കാം. അതെ, ചക്കയായിട്ടുണ്ട്. നല്ല മണം. ഈ രുചി പകുതി മണത്തിലും ഉണ്ടെന്നാണ് അല്ലേ? അതിന്റെ ഗന്ധത്തിലും ഉണ്ടെന്നുള്ളതാണ് അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് ഒരു ശകലം പച്ചവെളിച്ചെണ്ണ ഇവിടുന്ന്. പച്ചവെളിച്ചെണ്ണ ഒഴിക്കാം. ഇതും നിങ്ങൾ തന്നെ ആട്ടുന്നതാണോ? അതെ, ഇവിടെ ആട്ടിച്ചതാ. ഇനി നമുക്കിതൊന്ന് ഇളക്കാം. ഇളക്കുന്നതിനാണെങ്കിൽ വേറെ ഒരു തടിത്തവി വേണം അല്ലേ? നമുക്കിത് ഗ്യാസ് ഒന്ന് ഓഫാക്കി വെക്കാം. ഫ്ലെയിം ഓഫ് ആക്കാം അല്ലേ? ഞാൻ ചിലയിടത്ത് കണ്ടിട്ടുണ്ട് ഈ ചക്കയുടെ കൂടെ ചക്കക്കുരു ഒക്കെ ഇട്ട് വേവിക്കുന്നത്. അങ്ങനെയുണ്ട് അല്ലേ? കുറച്ചുകൂടെ വേവണം. വേണ്ട. ഇതൊന്ന് ഇളകിയാൽ മതി. നല്ലതായിട്ട് ഇതിൻ്റെ ഇളക്ക ആണ് നമ്മൾ ചക്ക ഇളക്കുന്നതെന്ന് പറയുന്നത്. നല്ലതായിട്ട് ഇളകി ചക്ക വരണം. അപ്പം നമ്മുടെ ചക്ക ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം അതിന്റെ കൂട്ടത്തിൽ നമ്മളുടെ മുമ്പേ ഇവിടുന്ന് പോയി നമ്മൾ അരയ്ക്കാൻ കൊണ്ടുപോയത് ചമ്മന്തിയും കൂടെ. മാങ്ങാ ചമ്മന്തി, പച്ച മാങ്ങാ ചമ്മന്തി. മാങ്ങാ ചമ്മന്തി ദേ ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് സെർവ് ചെയ്യാം അല്ലേ? അതെ. ഓക്കെ. അപ്പം ദേ ചക്ക വേവിച്ചത് എനിക്ക് കിട്ടും. മതി. ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ടേസ്റ്റ് ചെയ്യട്ടെ. കുറച്ച് മാങ്ങാ ചമ്മന്തി. അപ്പൊ നമ്മൾ ഇന്നത്തെ ഡിഷ്
നല്ല വരിക്കച്ചക്ക വേവിച്ചതും അതുപോലെ നല്ലൊരു മാങ്ങ ചമ്മന്തിയുമാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് മീൻകറി ഉണ്ട്. മീൻകറി നമ്മൾ കഴിക്കും. പക്ഷേ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ ഇതാണല്ലോ നാടൻ മീൻകറിക്ക് എല്ലാവർക്കും ഉണ്ടാക്കാം. പക്ഷേ ഈ മാങ്ങാ ചമ്മന്തിയും വരിക്കച്ചക്കയും കൂടെ ചേർന്നുള്ള ഇത് എങ്ങനെയുണ്ട് കോമ്പിനേഷൻ നമുക്ക് നോക്കട്ടെ. രുചിക്കുക. അപ്പൊ ഇത് മല്ലപ്പുഴശ്ശേരി ഗ്രാമപഞ്ചായത്താണ് അല്ലേ? ജനങ്ങൾ മുഴുവൻ, പഞ്ചായത്ത് മുഴുവൻ സപ്പോർട്ടുള്ള ഒരു കുടുംബമാണ്, ഒരു വീടാണ്, ഒരു കുടുംബശ്രീ യൂണിറ്റ്. കുടുംബശ്രീ എല്ലാം നിങ്ങൾ ഒരു ഒറ്റക്കെട്ടാണ് അല്ലേ? അപ്പം എല്ലാവർക്കും വേണ്ടി കഴിക്കുകയാണ് കേട്ടോ. ഓക്കെ. മാങ്ങയുടെ ടേസ്റ്റ് നല്ല ഭംഗിയായിട്ട് അറിയാനുണ്ട്. അതുപോലെ തന്നെ ചക്ക കിടിലനായിട്ടുണ്ട്. അരപ്പ് ശരിക്കും അതിൽ പിടിച്ചിട്ടുണ്ട്. എനിക്കൊന്ന് അരപ്പ് വെച്ച് നമ്മൾ വേവിച്ചത് ഒരു പ്രത്യേക രുചിയാണ്. ഒരുമിച്ച് അതൊരു പ്രത്യേക രുചിയാണ്. ഞാൻ ഇത് കഴിച്ചു തീർക്കാൻ പോവാണ്. മനോഹരമായിട്ടുണ്ട് കേട്ടോ. ലതേന്റി സൂപ്പർ. താങ്ക് യു. എന്തായാലും മലപ്പുഴശ്ശേരിക്കാരുടെ പ്രിയപ്പെട്ട ചക്ക വേവിച്ചു. മലപ്പുഴശ്ശേരി അല്ല, പത്തനംതിട്ട ജില്ലയിൽ എല്ലായിടത്തും പത്തനംതിട്ട ജില്ലയിലെ ഒരു വിഭവമാണ് ചക്ക വേവിച്ചത്. ചക്ക ഉള്ളിടത്തെല്ലാം ചക്ക വേവിച്ചതുണ്ട്. പക്ഷെ ഇവിടുത്തെ ചക്ക വേവിക്കലിന് കുറെ പ്രത്യേകതകളുണ്ട്. ഇവിടെ ഓരോ മണ്ണിനും ഓരോ ടേസ്റ്റാന്ന് പറഞ്ഞ പോലെ അല്ലേ? ഇന്നത്തെ ഹെറിറ്റേജ് ബൈറ്റ്സിൽ നമ്മൾ ഇന്ന് ടേസ്റ്റ് ചെയ്തത് നല്ല ഉഗ്രം വരിക്കച്ചക്ക വേവിച്ചതും അതുപോലെ നല്ല അത്യുഗ്രൻ മാങ്ങാ ചമ്മന്തിയുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമായി. അപ്പൊ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ജാതി മത വർഗവർണ്ണ ഭേദമന്യേ എല്ലാവരെയും ഒരുമിപ്പിക്കുവാൻ ഇടപ്പാറ മലദേവനട ക്ഷേത്രത്തിന് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠയ്ക്ക് സാധിക്കുന്നു അല്ലേ? ഈ ഹെറിറ്റേജ് ബൈറ്റ്സിൽ ഇതുപോലുള്ള വളരെ വിസ്മയകരമായ അതിവിശിഷ്ടമായ ഓരോ യാത്രകളിലൂടെ നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ നമ്മൾ ഇന്ന് ആസ്വദിച്ച ആ രുചിയും. അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി, നമസ്കാരം.